പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തിലേക്ക് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സമർപ്പിക്കുകയാണ്. ഇന്നേ ദിനം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇന്നേ ദിനം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെയും നിങ്ങളുടെ യാത്രകളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും നിങ്ങളുടെ സൗഖ്യങ്ങളും ഇന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കടബാധ്യതകളും സ്ഥലക്കച്ചവടവുമായി ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ ഇന്നേ ദിനം വലിയ പുരോഗതി ഉണ്ടാകാനും കർത്താവ് അനുഗ്രഹിക്കാനും അനേകം കൃപകൾ വരങ്ങൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് ഒഴുകാനും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്കായി പ്രത്യേകം ഒരുങ്ങുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. അവരും എല്ലാവരും ഇതിൽ ഒരുപാട് മക്കൾ അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത്തരത്തിലെ മത്സര പരീക്ഷകൾ ഒക്കെ വേണ്ടി ഒരുങ്ങുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ നിയോഗങ്ങളെയും ഞാൻ പ്രത്യേകം സമർപ്പിക്കുക. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഇന്ന് പ്രത്യേകമാം വിധം സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ആത്മാവ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആദിയിൽ വെള്ളത്തിന് മീതെ ചിറകടി ശബ്ദമായി അവിടെ പ്രവർത്തിച്ചതുപോലെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളുടെ മേൽ, നിങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ ചിറകടി ശബ്ദമായി പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകാനും അനുഗ്രഹങ്ങൾ നൽകാനും കൃപകൾ നൽകാനും സന്തോഷം തരാനും ഐശ്വര്യം തരാനും സാത്താനെ ബന്ധിക്കാനും കൂടോത്രങ്ങളെ നിർവീര്യമാക്കാനും ഭയങ്ങളെ എടുത്തു മാറ്റാനും മാനസിക രോഗങ്ങളെ ബഹിഷ്കരിക്കാനും ശത്രുദോഷങ്ങൾ ഇല്ലാതാക്കാനും പറമ്പിൻ്റെ ദോഷങ്ങൾ ഇല്ലാതാക്കാനും കാർഷിക മേഖല, തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുവാനും പരിശുദ്ധാത്മാവ് ഇന്ന് ഇറങ്ങി വരട്ടെ. ഇന്ന് ഒരു മകൾ പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ മകൻ്റെ പ്രതിസന്ധികൾ ദൈവം പരിഹരിക്കണമേ, അവനെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണമേ. ഇത് അനേകം മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. മക്കളുടെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടാൻ, വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി, ജോലിയുടെ പ്രതിസന്ധി, കല്യാണത്തിൻ്റെ പ്രതിസന്ധി, ബന്ധങ്ങളിലെ പ്രതിസന്ധി, വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി, വിസയുടെ പ്രതിസന്ധി, ആഗ്രഹിക്കുന്ന ജോലിയുടെ പഠന സാഹചര്യങ്ങളുടെ മേലുള്ള പ്രതിസന്ധി, ജീവിത വൈകല്യങ്ങളിലൂടെ കടന്നു വരുന്ന പ്രതിസന്ധി, തഴക്കദോഷങ്ങളിലൂടെ കടന്നു വരുന്ന പ്രതിസന്ധി, അവയെല്ലാം ഇന്ന് അത്ഭുതകരമായി ആ മേഖലകളിൽ ഒരു എക്സോർസിസം നടക്കുകയാണ്, ഒരു ഉച്ചാടനം നടക്കുകയാണ്. അവരെ അങ്ങനെ അടിമകളാക്കി വെച്ചിട്ടുള്ള എല്ലാ തിന്മകളെയും, നമ്മുടെ മക്കളെ അടിമകളാക്കി വെച്ചിട്ടുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഉച്ചാടനം ചെയ്യാം. ഒരു കുടുംബം പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളെല്ലാവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ, മിസരിക്കോർദിയ. ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ അത്ഭുതം ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ. പ്രത്യേകിച്ച് ഭവനമില്ലാത്തവർ, ഭവനം പണിതുയർത്തിയിട്ടും അതിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, കടങ്ങൾ തിരിച്ചടക്കാൻ പറ്റുന്നില്ല, ആ വീട്ടിൽ താമസം തുടങ്ങിയ അതിൽ വരുന്ന തൊഴിൽ പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, കടങ്ങൾ, കലഹങ്ങൾ, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, ലക്ഷണക്കേടുകൾ, മേൽഗതിയില്ലായ്മ, ഇവയെല്ലാം ഇന്ന് ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഒഴുകി വരുമ്പോൾ അത്തരത്തിലുള്ള ലക്ഷണക്കേടുകളും മേൽഗതിയില്ലായ്മയും
തടസ്സങ്ങൾ, ബന്ധനങ്ങളെല്ലാം ഇന്ന് വിട്ടുമാറട്ടെ. എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ. കാരണം സാത്താൻ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് വട്ടം വിട്ട് പറക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഏത് ഭവനത്തിലേക്ക് വേണമെങ്കിലും കടന്നു വരാം. മൊബൈൽ ഫോണിൻ്റെ ബന്ധനം, കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ബന്ധനം, തഴക്കദോഷങ്ങളുടെ ബന്ധനം, വ്യഭിചാരത്തിൻ്റെ ബന്ധനം, കലഹത്തിൻ്റെ ബന്ധനം, അഹങ്കാരത്തിൻ്റെ ബന്ധനം, പ്രാർത്ഥനയില്ലായ്മയുടെ ബന്ധനം, വിശ്വാസമില്ലായ്മയുടെ ബന്ധനം, വിഷാദരോഗത്തിൻ്റെ ബന്ധനം, ആത്മഹത്യയുടെ ബന്ധനം. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി നമുക്ക് പറയാം, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ എന്ന് നമുക്ക് ആ കുടുംബത്തോട് ചേർന്ന് പറയാം. ഒരു കുടുംബം പ്രാർത്ഥിക്കുക, എൻ്റെ മക്കളെ സുഖപ്പെടുത്തണമേ, കൈക്കുഞ്ഞുങ്ങളെ സുഖപ്പെടുത്തണമേ, സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളെ സുഖപ്പെടുത്തണമേ. ജലദോഷം, തുമ്മൽ, അലർജി, തലവേദന, കണ്ണുവേദന, ചെവി വേദന, പഠിക്കാൻ പറ്റുന്നില്ല, തളർച്ച, മാനസിക രോഗങ്ങൾ, അകാരണ ഭയങ്ങൾ, അതെല്ലാം കുഞ്ഞുങ്ങളിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന്, യുവതിവാക്കന്മാരിൽ നിന്ന് വിട്ടുമാറട്ടെ. ഉറക്കത്തിൻ്റെ മേലുള്ള കെട്ടുകൾ, തെറ്റായ വ്യക്തികളിലൂടെ കടന്നു വരുന്ന ബന്ധനങ്ങൾ, മൊബൈൽ ഫോണിലൂടെ കടന്നു വരുന്ന ബന്ധനങ്ങൾ, സോഷ്യൽ മീഡിയകളിലൂടെ കടന്നു വരുന്ന ബന്ധനങ്ങൾ, അവയെല്ലാം നമ്മുടെ മക്കളിൽ നിന്ന് ഇന്ന് ഉച്ചാടനം ചെയ്യപ്പെടാൻ, ഇന്ന് ശുദ്ധീകരിക്കപ്പെടുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ പോക്കുവരവുകൾ, അത് ഒരുപാട് പേര് ബന്ധിക്കപ്പെടുക. പല സ്ഥാപനങ്ങൾ കയറിയിറങ്ങി നടന്ന് സ്ഥലത്തുമായി ബന്ധപ്പെട്ടുള്ള പീഡകൾ അതങ്ങോട്ട് മാറുന്നില്ല. അത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ, അച്ഛാ ഗവൺമെൻറ്റാണ് ഞങ്ങളുടെ സ്ഥലം കയ്യേറിയിരിക്കുന്നത്. അങ്ങനെ അവരുടെ സ്വത്തുവകകളും സ്ഥലങ്ങളൊക്കെ കയ്യേറിയിട്ടുള്ള അനവധി പ്രശ്നങ്ങളുണ്ട്. പോക്കുവരവ് നടക്കാത്ത പ്രശ്നങ്ങളുണ്ട്, ഡോക്യുമെൻറ്റ്സ് ശരിയാകാത്ത പ്രശ്നങ്ങളുണ്ട്. അവയെല്ലാം ഇന്ന് കർത്താവ് എടുക്കുകയും അത് ഏതെങ്കിലും ബന്ധനമാണെങ്കിൽ, കെട്ടുകളാണെങ്കിൽ അവയെല്ലാം ഇന്ന് ബഹിഷ്കരിക്കപ്പെടുകയാണ്. അന്ധകാര ശക്തികൾ പറമ്പിൽ നിന്ന് മാറട്ടെ. ഏതെങ്കിലും വ്യക്തികളിലൂടെയോ വസ്തുക്കളിലൂടെയോ ശാപങ്ങളിലൂടെയോ പൂർവികരിലൂടെയോ അല്ലെങ്കിൽ കൂടോത്രങ്ങളോ മന്ത്രവാദങ്ങളോ അന്യദേവ പൂജാ വിധികളും അത്തരത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ ആ പറമ്പിന് ദോഷമായി മാറിയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഇന്ന് ശുദ്ധീകരിക്കപ്പെടുക. ഈശോയേ 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 എന്ന് 3 തവണ വിളിക്കുമ്പോൾ തന്നെ പറമ്പിൻ്റെ ദോഷം മാറുന്നുവെന്നുള്ള വലിയൊരു അഭിഷേകം കിട്ടുക. മക്കളെ, ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ നിയോഗങ്ങളുടെയും നമ്മുടെ തീരുമാനങ്ങളുടെയും എല്ലാം മേലുള്ള കെട്ടുകൾ എന്നേക്കുമായിട്ട് വിട്ടുമാറാൻ കർത്താവായ യേശു അവിടെ ഇടപെടാനായിട്ട്, ഡെലിവറൻസ് നടക്കാൻ, ബാധകൾ ഒഴിയാൻ. പ്രത്യേകിച്ച് വിദേശത്ത് ഒരു മകൻ എനിക്ക് എഴുതിയത്, അവൻ എന്നോട് നേരത്തെ പ്രാർത്ഥന ചോദിച്ചിട്ട് തുടങ്ങിയതാണ്. ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് അതിൻ്റെ പേപ്പർ വർക്കുകൾ അതങ്ങോട്ട് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എത്രയോ മക്കളുടെ സ്ഥാപനങ്ങൾ അതിൻ്റെ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ചിലർ വിസയ്ക്കൊക്കെ അപേക്ഷ കൊടുത്തിട്ട് അതിൻ്റെ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അപ്പം മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ഇന്ന് അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഈശോയുടെ ഈ ദിവ്യകാരുണ്യം, ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ എല്ലാവർക്കും ഇന്ന് വിടുതൽ കിട്ടുകയാണ്, അത്ഭുതം നടക്കുകയാണ്. നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന വചനം അത്ഭുത വചനമാണ് മക്കളെ. നമുക്കിതാണ് വചനം. സങ്കീർത്തനമാണ് കിട്ടിയിരിക്കുന്നത്. ആ സങ്കീർത്തനം 6-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനമാണ്. അപ്പം ഇന്നേ ദിനം മനസ്സിരുത്തി പല ആവർത്തി വായിക്കാൻ പറ്റുന്നവരൊക്കെ വായിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ആശയം മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. കാരണം ഇന്ന് നമുക്ക് വിമോചനം കിട്ടാൻ, ഡെലിവറൻസ് കിട്ടാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് സങ്കീർത്തനം 6-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. വചനം ഇങ്ങനെയാണ്: നീതിമാനായ ദൈവമേ. അല്ലേ, അബ്രഹാമിൻ്റെ ദൈവം നീതിമാനാണ്, ഇസഹാക്കിൻ്റെ ദൈവം നീതിമാനാ, യാക്കോബിൻ്റെ ദൈവം നീതിമാനാ. അപ്പം നമ്മൾ ഹൃദയം പൊട്ടി ഡെലിവറൻസിന് വേണ്ടി വിളിക്കണം, നീതിമാനായ ദൈവമേ. മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, നമ്മുടെ ഹൃദയങ്ങളെ മനസ്സുകളെ പരിശോധിക്കുന്നവനെ, എന്നിട്ട് നമ്മുടെ ആകുലതകളും വേദനകളും നൊമ്പരങ്ങളും കെട്ടുകളും
അശുദ്ധികളും എടുത്ത് മാറ്റുന്നവനെ അല്ലെ, അതാണ് അവൻ നമ്മളെ പരിശോധിക്കുന്നത്. ആ കെട്ടുകള്, അകാരണ ഭയങ്ങള്, വിഷാദ രോഗങ്ങള്, ആത്മഹത്യ ചിന്തകള്, പെട്ടെന്നുണ്ടാകുന്ന ഭയപ്പാടുകള്, ഇവയൊക്കെ എടുത്തു മാറ്റാം. ഇരുട്ടിനോടുള്ള ഭയം, ഒറ്റയ്ക്കിരിക്കാനുള്ള ഭയം, അങ്ങനെ ഇനി ഭാവിയെക്കുറിച്ചുള്ള ഭയം. അപ്പം നമ്മുടെ മനസ്സിനെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, എന്നിട്ട് അതിൻ്റെ ഭാരങ്ങൾ എടുത്തു മാറ്റുന്നവനാണ് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാകും. ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും അല്ലേ, ശത്രുദോഷങ്ങൾ, കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, പരദൂഷകർ, നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നവർ, നിങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ള നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്നവർ, നിങ്ങളുടെ കൃപ നഷ്ടപ്പെടുത്തുന്നവർ, വിശ്വാസം നഷ്ടപ്പെടുത്തുന്നവർ, പ്രാർത്ഥനാ ചൈതന്യം നഷ്ടപ്പെടുത്തുന്നവർ, നിങ്ങളെ പ്രാർത്ഥിക്കാതിരിക്കുന്നവർ, തെറ്റായ ബോധ്യങ്ങൾ നൽകുന്നവർ, തെറ്റായ ആശയങ്ങൾ നൽകുന്നവർ, നിങ്ങളെ കത്തോലിക്ക സഭയിൽ നിന്ന് അകറ്റുന്നവർ, കൂടാരവാസികളെ പോലുള്ള സെക്റ്റുകളിലൂടെ നിങ്ങളെ കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന്, കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് അകറ്റുന്ന ആ ദുഷ്ടശക്തികളെ തകർക്കുന്ന, ആ തിന്മയ്ക്ക് അറുതി വരുത്തുന്നവനെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാശങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും, കൂടോത്രങ്ങളെയും, മന്ത്രവാദങ്ങളെയും, ആഭിചാരങ്ങളെയും, സർപ്പദോഷങ്ങളെയും, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെയും, നമുക്ക് കാണാൻ പറ്റാത്ത തിന്മകളെയും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വരുത്തി നമുക്ക് തിന്മ ചെയ്യുന്ന ആ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെയും ഈശോ അകറ്റിക്കളയുകയാണ് അല്ലേ. അപ്പോൾ തടസ്സങ്ങൾ അതോടൊപ്പം മാറും. ബോധപൂർവം നിങ്ങളുടെ പറമ്പിന്, നിങ്ങളുടെ അതിരിന്, നിങ്ങളുടെ വസ്തുവകൾക്ക് വഴി തടസ്സങ്ങൾ ബോധപൂർവം ഉണ്ടാക്കുകയും നിങ്ങളുടെ ജീവിതത്തെ കേസുകളിലൂടെയും തർക്കങ്ങളിലൂടെയും നിരന്തരം തകർക്കാൻ ശ്രമിക്കുന്നവർ, പണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്ത നന്മകളൊക്കെ മറന്ന് പ്രവർത്തിക്കുന്ന ജീവിത പങ്കാളികളുണ്ടാകാം, ബന്ധുക്കളുണ്ടാകാം, അയൽവാസികളുണ്ടാകാം. അവരെല്ലാവരും ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. നല്ല മനസ്സുള്ളവർക്ക്, നന്മ ആഗ്രഹിക്കുന്നവർക്ക്, ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവർക്ക്, ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവർക്ക്, ഇത് രാവിലെയും വൈകുന്നേരം കേൾക്കുന്നവർക്ക്, വിശ്വാസത്തോടെ കേൾക്കുന്നവർക്ക്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക്, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നന്മ വരുത്തണമേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മക്കളെ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഹൃദയങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഏറ്റവും ഭക്തിയോടുകൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അശുദ്ധാരൂപികളിൽ നിന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഈ ശുശ്രൂഷയിൽ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നിന്നെ ഞാൻ മോചിക്കുന്നു. എല്ലാ അശുദ്ധാരൂപികളിൽ നിന്ന് നിന്നെ ഞാൻ മോചിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നീ ഇപ്പോൾ ആശീർവദിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിനക്ക് രക്ഷയും സൗഖ്യവും ലഭിക്കുമാറാകട്ടെ. നീ ജീവിക്കുന്ന മേഖലകളിൽ, നീ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിന്ന് എല്ലാ ദുഷ്ടാരൂപികളും പൈശാചിക വഞ്ചനകളുടെ കൂത്താട്ടങ്ങളും അകന്നു പോകട്ടെ. നിന്റെ വാഹനങ്ങൾ, നിന്റെ വസ്തുവകകൾ, കാർഷിക മേഖല, തൊഴിൽ മേഖല എല്ലാ അശുദ്ധതയിൽ നിന്നും മോചിക്കപ്പെടട്ടെ. എല്ലാവിധ മന്ത്രവാദങ്ങളുടെയും കൂടോത്രങ്ങളുടെയും സർപ്പദോഷങ്ങളുടെയും അശുദ്ധാത്മാക്കള് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളെ യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. പ്രകൃതി വിരുദ്ധ ശക്തികളെ യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. തെറ്റായ ബന്ധങ്ങളെ, തെറ്റായ ബോധ്യങ്ങളെ, തെറ്റായ അറിവുകളെ, കലഹങ്ങളെ
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിച്ച mமக்களே, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Caccia via da loro le forze del male, annientale, distruggile, perché questo popolo possono stare bene e operare bene. In the name of my priesthood, the name of Jesus, I rebuke, I command every spirit of evil to depart from you. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിമോചനം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം ഈ അത്ഭുത ദേവാലയത്തില് അനുഗ്രഹങ്ങളുടെ ദിവസമാണ്. രാവിലെ 6:45 കുർബാന, അന്തോനിസ്നാളിൻ്റെ നൊവേന, തുടർന്ന് ഈശോനെ പള്ളിയിൽ എഴുന്നള്ളിച്ച് വയ്ക്കും. 10 മണിക്ക് അച്ഛൻ്റെ നേതൃത്വത്തിൽ ചെറിയ ശുശ്രൂഷ, വലിയ സ്വരങ്ങളോ പാട്ടുകളൊന്നും ഇല്ലാതെ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന. തുടർന്ന് 11 മണിക്ക് ഇവിടെ പരിശുദ്ധ കുർബാന, അന്തോനിസ്നാളിൻ്റെ നൊവേന, തുടർന്ന് ചെറിയ നേർച്ച ഭക്ഷണം. അതിനുശേഷം വീണ്ടും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കും. ആൾക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, കൗൺസിലിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്, കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വൈകുന്നേരം 5 മണിക്ക് പ്രിയപ്പെട്ട മക്കളെ ജപമാല, അതിനുശേഷം പരിശുദ്ധ കുർബാന. 6 മണി മുതൽ 8 മണി വരെ അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അതിശക്തമായ വചനപ്രഘോഷണവും വചനം ഉപയോഗിച്ചുകൊണ്ടുള്ള പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ. തുടർന്ന് അന്തോനിസ്നാളിൻ്റെ തിരുശേഷിപ്പ് വണക്കം, നേർച്ച ഭക്ഷണം. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ പങ്കെടുക്കാനായി നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.